വെൽക്കം ടു ആൻ ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റ്. ഇത് ധർമ്മരാജ സീരീസിലെ എപ്പിസോഡ് 4. കഥ പറയുന്നത് സന്തോഷ്. ഹരിപഞ്ചാനന യോഗീശ്വരൻ്റെ പ്രവചനം പോലെ ചില അന്തചിത്രങ്ങൾ തിരുവിതാംകൂറിലുണ്ടായി. രാജഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിരുന്ന കഴക്കൂട്ടത്ത് വക മോതിരം ആരോരും അറിയാതെ യാതൊരു ബലപ്രയോഗവും കൂടാതെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഭണ്ഡാര സൂക്ഷിപ്പുകാർ തുടങ്ങിയുള്ള അധികാരികളൊക്കെ സംശയത്തിൻ്റെ മുൾമുനയിലായി. യോഗീശ്വരൻ്റെ മഹാസിദ്ധികളെപ്പറ്റി അറിയാമായിരുന്നവർ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി. എന്നാൽ ഈ സംഭവങ്ങളൊന്നും തന്നെ രാജകൊട്ടാരത്തിന് വെളിയിലുള്ളവർ അറിഞ്ഞിരുന്നില്ല. കൊട്ടാരത്തിൽ ചാരന്മാരെ നിയോഗിച്ചു. പരിചാരക വൃന്ദത്തിൽപ്പെട്ടവരാരോ ആണ് കളവിന് പിന്നിലെന്ന് രാജാവ് വിചാരിച്ചു. യോഗീശ്വരൻ്റെ അരുളപ്പാടും അതായിരുന്നല്ലോ. എന്നാൽ വ്യക്തമായ തെളിവിൻ്റെ അഭാവത്തിൽ ആരെയും പീഡിപ്പിക്കാൻ രാജാവ് മുതിർന്നില്ല. ഹരിപഞ്ചാനന യോഗീശ്വരൻ കഴക്കൂട്ടത്ത് പ്രദേശം സന്ദർശിച്ചതിൻ്റെ തലേദിവസം പ്രഭാതത്തിൽ കൊട്ടാരത്തിലെ ഒരു പള്ളിയറയിൽ പരിചാരകരൊന്നും കൂടാതെ യോഗീശ്വരനും രവിവർമ്മ യുവരാജാവും തമ്മിൽ ഗൗരവമായ ഒരു ചർച്ച നടന്നു. കോപകലുഷിതനായി യോഗീശ്വരൻ ഒരു പീഠത്തിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനത്തിൽ ലയിച്ച് രവിവർമ്മ യുവരാജാവ് കട്ടിലിട്ടിടക്കുന്നു. ഇദ്ദേഹം കഠിനഹൃദയനെങ്കിലും ജ്യേഷ്ഠനായ മഹാരാജാവിനെ ഭക്തിപൂർവ്വം പരിസേവിക്കുന്ന സിംഹപരാക്രമനാണെന്നാണ് പറയപ്പെടുന്നത്. സരസകലകളിൽ രസികത്വവും പടുത്വവും ഉണ്ടായിരുന്നു. മുഖം നോക്കാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും താല്പര്യങ്ങളെയും നിഷേധിക്കുന്ന പ്രകൃതമായിരുന്നു യുവരാജാവിന്. സ്വരാജ്യത്തിൻ്റെ ഐശ്വര്യത്തെയും കുടുംബത്തിൻ്റെ അഭിമാനത്തെയും സംരക്ഷിക്കുന്നതിൽ തൽപരനായിരുന്നതിനാൽ മഹാരാജാവിൻ്റെ വിശ്വസ്തരായ കേശവപിള്ള മുതലായവരെ ഗൗരവമായി പരിഗണിച്ചിരുന്നു. അടുത്ത ദിവസം ചന്ദ്രക്കാരൻ്റെ അതിഥിയായി ചിലമ്പനത്ത് പോകുന്ന യോഗീശ്വരൻ യുവരാജാവിനെ അറിയിച്ചു. സാന്ദർഭികമായി എന്ന് തോന്നുമാറ് അനന്തമുദ്ര മോതിരത്തെ പറ്റിയുള്ള പരാമർശം സംഭാഷണത്തിലുണ്ടായി. കേശവപിള്ളയുമായി അതിൻ്റെ അപ്രത്യക്ഷമാകലിനെ സ്വാമി ബന്ധിപ്പിക്കുകയും ചെയ്തു. യുവരാജാവിൻ്റെ മുഖം മ്ലാനമായിരുന്നു. കേശവപിള്ള തനിക്ക് ഏറ്റവും പ്രിയങ്കരനാണെങ്കിലും രാജ്യരക്ഷയെ കരുതി ഒരു രാഷ്ട്രതന്ത്രത്തെ അറിയിക്കാമെന്ന് യോഗീശ്വരൻ യുവരാജാവിനോട് പറഞ്ഞു. ധാർമ്മിക ബോധം, ബുദ്ധിതീക്ഷ്ണത, മനസ്ഥൈര്യം, വിപതിധൈര്യം എന്നിവ ഏറിയ തോതിൽ ഉള്ള അയാൾ രാജ്യരക്ഷയ്ക്ക് സന്ദർഭാനുസരണം പ്രവർത്തിക്കാതെ ധർമ്മവാദങ്ങൾ കൊണ്ട് മുടക്കം വരുത്തും. ഇങ്ങനെയുള്ളവരെ വിശ്വസിച്ച് രാജാവിൻ്റെ രഹസ്യങ്ങൾ പങ്കുവച്ചാൽ വലിയ ധർമ്മലോപം സംഭവിക്കാം. താണ നിലയിൽ നിന്ന് ഉയർന്നു വന്ന് രാജ്യതാൽപര്യത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ പോന്നവരായിരുന്നു അറുമുഖം പിള്ള, രാമയ്യൻ, മാർത്താണ്ഡപിള്ള എന്നിവരെ പോലെ തന്നെയാണ് കേശവപിള്ളയുമെന്ന് യുവരാജാവ് പറഞ്ഞു. യോഗീശ്വരന് യുവരാജാവിൻ്റെ നിലപാടിൽ ദുഃഖം തോന്നി. ഹിന്ദു മതാനുയായികളായിരുന്നു യുവരാജാവ് പറഞ്ഞ മഹാന്മാരായ മന്ത്രിമാരല്ല. എന്നാൽ കേശവപിള്ളയുടെ മതമേത്, ജാതി ഏത് ആർക്കറിയാം? മുഹമ്മദീയരുടെയും ഇംഗ്ലീഷുകാരുടെയും അടുത്ത ചങ്ങാത്തം. ബന്ധുവിൻ്റെ ഭാവത്തിൽ നിന്ന് ശത്രുവായി പരിണമിച്ചാൽ രാജ്യത്തിൻ്റെ സുരക്ഷ എന്താകും? 8 വീട്ടിൽ പിള്ളമാർ മൂർഖന്മാരായിരുന്നു. പ്രതാപത്തോടായിരുന്നു അവർക്ക് അന്ധമായ താല്പര്യം. അത് നേടിയെടുക്കാൻ ഇന്നാട്ടിലെ സുഹൃത്തുക്കളെ അവർക്കുണ്ടായിരുന്നുള്ളൂ. മറ്റ് സന്നാഹങ്ങളൊന്നുമില്ലായിരുന്നു. അവരുടെ ആയുധശക്തി തുച്ഛമായിരുന്നു. പക്ഷേ അവർക്കന്ന് സാധ്യമായിരുന്നത് കേശവപിള്ളയ്ക്ക് ഇന്ന് എന്ത് എളുപ്പം സാധിക്കാം. ധർമ്മസംരക്ഷണമല്ലാതെ തനിക്ക് മറ്റു താല്പര്യങ്ങളൊന്നും ഇക്കാര്യത്തിലില്ലെന്ന് പറഞ്ഞു യോഗീശ്വരൻ. യോഗീശ്വരൻ്റെ ധർമ്മബോധനം കേട്ട് രാജകുമാരൻ്റെ ചുണ്ടിൽ നേരിയ പുഞ്ചിരി വിടർന്നു. രാജ്യകാര്യങ്ങളെപ്പറ്റി യോഗീശ്വരൻ അഭിപ്രായം പുറപ്പെടുവിച്ചത് അനുചിതമായെന്ന് തോന്നി അദ്ദേഹത്തിന്. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി. രാജകുമാരൻ്റെ പ്രതികരണം തൃപ്തികരമല്ലെന്ന് കണ്ട് യോഗി താൻ അപമാനിതനായി എന്ന് കരുതി. പോക്കു മൂസായുടെ ആശ്രിതനായ കേശവപിള്ള ഹൈദരുടെ ആശ്രിതനല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? മൈസൂർ മഹാരാജാവിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത ആളാണ് ഹൈദർ. ഗംഗാനദിയിലെ ശീതവാദമേറ്റ് സുഖമായി വസിക്കാൻ പറ്റിയ ഏകാന്ത സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് സ്വാമി എഴുന്നേറ്റപ്പോൾ യുവരാജാവ് തടഞ്ഞു. സ്വാമി രാജകുമാരനെ തൊട്ടനുഗ്രഹിച്ചു. ചക്രവർത്തിയോട് ദ്രോഹം ചെയ്യുന്നവരെ വധിക്കരുത്, തേജോവധം ചെയ്യണം. അതിനുള്ള ഉപായവും സ്വാമി ഉപദേശിച്ചു. അണ്ണാവയ്യൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന വിവരം യുവരാജാവിനെ രഹസ്യമായി അറിയിച്ചു. അവൻ ചത്തുപോയിട്ടില്ല. ഇന്നലെ രാത്രിയിലും കേശവപിള്ളയും അണ്ണാവയ്യനും തമ്മിൽ കണ്ടുമുട്ടി. ജഗദംബിക രക്ഷിക്കട്ടെ എന്നാശംസിച്ച് യോഗീശ്വരൻ യാത്രയായി. യുവരാജാവും യോഗിവര്യനുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കൊട്ടാരത്തിൽ മറ്റൊരിടത്ത് വേറൊരു സംഭാഷണം നടന്നുകൊണ്ടിരുന്നു. നിസ്തുല സത്യവ്രതനായിരുന്ന കാർത്തിക തിരുനാൾ മഹാരാജാവായിരുന്നു ശ്രോതാവ്. പ്രഭാരഞ്ജകനായ അവിടുന്ന് ചാരന്മാർ മുഖേന അറിയുന്ന സന്ദേശങ്ങൾക്കനുസരിച്ച് രാജ്യരക്ഷണം ശ്രീപത്മനാഭഹിതം എന്ന് വെച്ച് ഭരിച്ച മഹാത്മാവായിരുന്നു. ഈ സംഭവങ്ങൾ നടന്ന ദിവസം പ്രഭാതത്തിൽ വലിയ കൊട്ടാരത്തിലെ പലഹാരപ്പുരയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. അവിടെയുള്ള പ്രവർത്തകരെ ആരെയും കാണാനില്ല. കൊട്ടാര ജോലിക്കാർ പലരും അതിലെ കടന്നുപോയെങ്കിലും ആരും അങ്ങോട്ട് നോക്കുക പോലും ചെയ്യുന്നില്ല. പലഹാരപ്പുരയുടെ മുഖമുറിയിൽ ഉയർന്ന സ്ഥലത്ത് കിടക്കുന്ന കട്ടിൽ അവിടുത്തെ ഭരണാധിപനായ മാമാ വെങ്കടൻ്റെ വകയാണ്. പ്രഭാത സഞ്ചാരത്തിനിറങ്ങിയ മഹാരാജാവ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പലഹാരപ്പുരയിലേക്ക് കടന്നു വന്നു. അപ്പോൾ സ്വാമിയെ വിളിച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ട് കടന്നു വരുന്നത് കണ്ട് രാജാവ് മറഞ്ഞു നിന്നു. സ്വാമിയെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കേശവപിള്ള വാതുക്കൽ നിന്നു. കുറെ കഴിഞ്ഞ് മാമാ വെങ്കടൻ സ്ഥലത്തെത്തി.
മാമാ വെങ്കടൻ സരസനായ ഒരാളാണ്. കഥകളി ഭാഗവതരായ അദ്ദേഹം സംഭാഷണത്തിൽ ധാരാളം കഥകളി പദങ്ങൾ ചേർക്കുക പതിവാണ്. കേശവപിള്ളയ്ക്ക് അങ്ങേയറ്റം ആരാധ്യനാണ് അദ്ദേഹം. കേശവപിള്ളയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുക മാമായുടെ ഒരു അനുഷ്ഠാനമായിരുന്നു. പരമരഹസ്യങ്ങൾ വരെ കേശവപിള്ള മാമായുമായി പങ്കുവയ്ക്കും. അഭിപ്രായം ആരായും. ഇപ്പോൾ കേശവപിള്ള അന്വേഷിച്ചു വന്നത് ഒരു രഹസ്യം മാമയെ അറിയിക്കാനാണ്. യോഗീശ്വരൻ നാളെ ചിലമ്പിനേത്ത് ചന്ദ്രക്കാരനെ സന്ദർശിക്കാൻ പോകുന്നു. മാമ അവിടം വരെ ഒന്ന് പോയി എന്തൊക്കെ നടക്കുന്നു എന്നറിഞ്ഞു വരണം. മോതിരമോഷ്ടാവായ അണ്ണാവയ്യൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയിട്ടുണ്ടെന്ന വാർത്ത മാമാ വെങ്കടനും കേശവപിള്ളയെ അറിയിച്ചു. സംശയം തോന്നി പിന്തുടർന്നപ്പോഴാണ് അണ്ണാവയ്യനാണെന്ന് മനസ്സിലായത്. എല്ലാ സംഗതികളും മഹാരാജാവിനെ അറിയിച്ച് സ്വൈര്യം കിടത്തേണ്ട കാര്യമില്ല. ദൗത്യം മാമാ വെങ്കടൻ ഏറ്റെടുത്തു. സംഭാഷണമെല്ലാം കേട്ടുനിന്ന മഹാരാജാവിന് സ്വരാജ്യസ്നേഹികളായ അവരോട് വലിയ വാത്സല്യം തോന്നി. ഇതൊന്നും അറിഞ്ഞു എന്ന് ഭാവിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഉദ്ദേശിക്കുന്നതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും അപകടമൊന്നും അവർക്ക് വരുത്തരുതെന്ന് മഹാരാജാവ് ശ്രീപത്മനാഭനോട് അപേക്ഷിച്ചു. പിറ്റേ ദിവസം മാമാ വെങ്കടൻ്റെ പടകശാലയിലെ മകന് 7 പണം ശമ്പള വർധനയുണ്ടായി. മാമായ്ക്ക് 5 പറ നെല്ലും കൂടുതൽ അളക്കാൻ ഉത്തരവായി. മാമാ വെങ്കടൻ്റെ CID പണി വർക്കൗട്ടാകുമോ? ഇല്ല. മാമാ വെങ്കടനും കേശവപിള്ളയും കൂടെ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുമോ? അടുത്ത എപ്പിസോഡിൽ അതിനെപ്പറ്റി കേൾക്കാം. അതുവരെ ബൈ, സി യു. നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഈ പോഡ്കാസ്റ്റിനെ റേറ്റ് ചെയ്യുക. 5 സ്റ്റാർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. താങ്ക് യു.